അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞ് ഇവൻ്റെ ഒരു കൂട്ടുകാരനെ എന്നോട് ചോദിക്കുന്നത്, സാർ ഇവനും മേ ഐ ഗോ ടു ടോയ്ലറ്റ്. കമ്പനി അടിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ടൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ചോദിക്കാനോ റിക്വസ്റ്റ് ചെയ്യാനോ പെർമിഷൻ ചോദിക്കാനോ ഒക്കെ ശ്രമിക്കുന്ന സമയത്ത്, ഇംഗ്ലീഷിൽ ശ്രമിക്കുന്ന സമയത്ത് ഒരുവിധം ആളുകൾക്കൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനാണ്. അല്ലെങ്കിൽ എന്നോട് ചോദിക്കുന്ന ചില ചോദ്യമാണ്, സർ മേ എന്നതും ക്യാൻ എന്നതും കുഡ് എന്നതും ഒക്കെ നമുക്ക് പെർമിഷനും റിക്വസ്റ്റും ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന വേർഡുകളല്ലേ? ഇതിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ പൊളൈറ്റ്നെസ്സോട് കൂടി ചോദിക്കാവുന്ന റിക്വസ്റ്റിംഗ് ഫോം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മേ എന്ന് പറയുന്നതും കുഡ് എന്ന് പറയുന്നതും ക്യാൻ എന്ന് പറയുന്നതും 3 ടെക്നിക്സും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പെർമിഷൻ ചോദിക്കാനോ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി റിക്വസ്റ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, മേ ഐ ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞാലും ക്യാൻ ഐ ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞാലും കുഡ് ഐ ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി പെർമിഷൻ ചോദിക്കുക അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ നമ്മൾ മലയാള ഭാഷ സംസാരിക്കുമ്പോൾ പോലും നമ്മുടെ ഓരോ സർക്കിളിനനുസരിച്ച് നമ്മൾ ചോദിക്കുന്ന രീതിക്കും നമ്മുടെ വോയിസ് മോഡുലേഷനും ഉപയോഗിക്കുന്ന വാക്കുകൾക്കൊക്കെ വ്യത്യാസം വരാറുണ്ട് അല്ലേ? ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ സംസാരിക്കുന്ന പോലെയല്ല നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മുടെ സഹപ്രവർത്തകരുമായിട്ട് സംസാരിക്കാം. അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി റെസ്പെക്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മളെക്കാൾ ഉയർന്ന പദവിയിലേക്ക് ഇരിക്കുന്ന ആളുകളുമായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി സംവദിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ റിക്വസ്റ്റ് ചെയ്യുകയോ പെർമിഷൻ ചെയ്യുകയോ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഒരു വേറെ വേർഡുകളാണ് യൂസ് ചെയ്യുക, സാധാരണ ഫ്രണ്ട് സർക്കിൾ ഉപയോഗിക്കുന്ന പോലത്തെ അല്ല അല്ലേ? അതേപോലത്തെ ഡിഫറൻസ് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മേ ഐ ടേക്ക് ഇറ്റ്, കുഡ് ഐ ടേക്ക് ഇറ്റ്, ക്യാൻ ഐ ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക. നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ 100% പൊളൈറ്റ്നെസ്സോട് പെർമിഷൻ ചോദിക്കാൻ റിക്വസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് മേ ഐ എന്നത് തന്നെയാണ്. അപ്പോൾ നമുക്കൊരാളുടെ പെർമിഷൻ ചോദിക്കുകയാണ്, മേ ഐ സിറ്റ് ഹിയർ, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. മേ ഐ ഗോ ദെയർ, ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ. മേ ഐ കം ഇൻ, മേ ഐ കം ഇൻ എന്നാണ്. പൊതുവെ ആളുകൾ തെറ്റിക്കാറ് മേ ഐ കമ്മിങ് എന്നൊക്കെ പറയാറുണ്ട്. അത് കമ്മിങ് അല്ല, മേ ഐ കം ഇൻ എന്ന് തന്നെയാണ്. അപ്പോൾ ഒരാളോട് 100% പൊളൈറ്റ്നെസ്സോട് കൂടി അല്ലെങ്കിൽ നിങ്ങൾ ബഹുമാനിക്കപ്പെടുന്ന, നിങ്ങളെക്കാൾ ഉയർന്ന പദവിയിലിരിക്കുന്ന, റെസ്പെക്റ്റഡ് ആയിട്ടുള്ള പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആളുകളോട് എന്തെങ്കിലും കാര്യത്തെപ്പറ്റി പെർമിഷൻ ചോദിക്കാനും റിക്വസ്റ്റ് ചെയ്യാനും നമുക്ക് എന്ത് ഉപയോഗിക്കാം? മേ ഐ എന്നത് ഉപയോഗിക്കാം. ഇനി അതിനേക്കാൾ കുറച്ച് വേണമെങ്കിൽ പറയാം, കമ്പാരിറ്റീവ്ലി കുറച്ച് പൊളൈറ്റ്നെസ് കുറഞ്ഞ യൂസേജാണ് ഇത് കുഡ് ഐ എന്ന് പറയുന്നത്. ഒരുപാട് പൊളൈറ്റ്നെസ് ഇല്ല എന്നൊന്നല്ല പറയുന്നത്, നമ്മൾ അതിനെ ഒന്ന് ഡിഫറൻസ് ആക്കി പറയുന്ന സമയത്ത് കുറച്ചുകൂടി താഴെ നിൽക്കുന്ന വേർഡാണ് ഇത് കുഡ് ഐ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് സർക്കിളിലൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, കമ്പനി അടിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ടൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ക്യാൻ ഐ ഉപയോഗിക്കാം. ക്യാൻ ഐ ഗോ ദെയർ, ക്യാൻ ഐ സ്റ്റാർട്ട്, ക്യാൻ ഐ ടോക്ക് ടു യു, ക്യാൻ ഐ ആസ്ക് യു സം ക്വസ്റ്റ്യൻസ് എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, മേ ഐ എന്നാലും കുഡ് ഐ എന്നാലും ക്യാൻ ഐ എന്ന് പറഞ്ഞാലും നമുക്ക് മൂന്നും നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ പൊളൈറ്റ്നെസ്സോട് കൂടി നമുക്ക് ഉപയോഗിക്കുന്ന വേർഡാണ് മേ ഐ എന്ന് പറയുന്നത്. എനിക്ക് മേ ഐ എന്ന് പറയുന്ന ക്ലാസ്, ഞാനൊരു സ്ഥലത്ത് ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് എനിക്ക് വളരെ രസകരമായിട്ടൊരു അനുഭവം ഉണ്ടായിരുന്നു. ഞാനൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ക്ലാസ്സൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ചെറിയ പയ്യൻ്റെ അടുത്ത് ചോദിച്ചു, സർ മേ ഐ ഗോ ടു ടോയ്ലറ്റ്. ഇപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ ഏറ്റവും കൂടുതൽ മുഴങ്ങി കേൾക്കുന്ന വാക്കുകളൊന്നാണ് മേ ഐ ഗോ ടു ടോയ്ലറ്റ് അല്ലേ? ഞാൻ ടോയ്ലറ്റിലായിട്ട് പൊക്കോട്ടെ. ഞാൻ പറഞ്ഞു, ഓഫ് കോഴ്സ് യു ക്യാൻ എന്നോട് ഞാൻ അവനോട് പറഞ്ഞു, ഓക്കെ നിനക്ക് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞ് ഇവൻ്റെ ഒരു കൂട്ടുകാരനെ എന്നോട് ചോദിക്കുന്നത്, സാർ ഇവനും മേ ഐ ഗോ ടു ടോയ്ലറ്റ്. എനിക്ക് മനസ്സിലാവുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു കാര്യം പഠിപ്പിക്കുന്ന സമയത്ത് അവരെ മനസ്സിലുണ്ടാവും ഒരു പക്ഷേ ടോയ്ലറ്റിൽ പോകുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ആര് ടോയ്ലറ്റിൽ പോകുമ്പോഴും നമ്മൾ ഉപയോഗിക്കുക മേ ഐ എന്നതായിരിക്കാമെന്നാണ്. സോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വിഷയമാണ്. ഇറ്റ് വാസ് എ ഫൺ സ്റ്റോറി ആക്ച്വലി. അപ്പോൾ മനസ്സിലാക്കുക, മേ ഐ എന്ന് പറയുന്നത് 100% പൊളൈറ്റ്നെസ്സോട് കൂടി നമുക്കൊരാളോട് റിക്വസ്റ്റ് ചെയ്യാൻ, പെർമിഷൻ ചോദിക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. അതിനേക്കാൾ കുറഞ്ഞ ഒരു പൊസിഷനിലിരിക്കുന്നതാണ് നമ്മൾ കുഡ് ഐ എന്ന് പറയുന്നത്. അതിനേക്കാൾ താഴെയാണ് നമുക്ക് ക്യാൻ ഐ എന്ന് പറയുന്നത്. റൈറ്റ്? അപ്പോൾ മനസ്സിലാക്കുക, നന്നായിട്ട് ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് യൂസ് ചെയ്യുക. I told you already that there is no problem if you use may I come in or can I come in or could I come in. I don't find anything wrong in that. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ജസ്റ്റ് ഒരു ഡിഫറൻസ് ഉണ്ട്, അത് ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വേറൊരു ടെക്നിക്ക് വേണ്ടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. Englishcare, India's #1 online English training institute.